പ്രണയബന്ധത്തെ എതിർത്തതിന് മാതാപിതാക്കളെയും സഹോദരിയെയും യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി. ബംഗളൂരുവിലെ KR പൂരത്തിന് സമീപം സിഗഹള്ളിയിലെ അപ്പാർട്ട്മെന്റിൽ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. സായ് ഗ്രീൻ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സോമസ് സുന്ദർ, ഭാര്യ മുത്തുലക്ഷ്മി, ഇവരുടെ ഇളയ മകൾ സുപ്രിയ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സോമസ് സുന്ദർ, മുത്തുലക്ഷ്മി ദമ്പതിമാരുടെ മൂത്ത മകളായ ശ്വേതയും ഇവരുടെ ലിവിൻ പങ്കാളിയായ കാമുകൻ കെന്നത്തും ചേർന്നാണ് ഈ അതിക്രൂരമായ കൂട്ടക്കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നിലവിൽ ഒളിവിലുള്ള ഇരുവർക്കുമായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്വേതയ്ക്ക് കെന്നത്തുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. ഇരുവരും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ശ്വേതയുടെ മാതാപിതാക്കൾ ഈ ബന്ധത്തെയും തീരുമാനത്തെയും ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. ഇതിനു പുറമെ ശ്വേതയ്ക്ക് ഏതാണ്ട് 30 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. ഇതേ ചൊല്ലിയും ശ്വേതയും മാതാപിതാക്കളും തമ്മിൽ വീട്ടിൽ രൂക്ഷമായ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ പ്രകോപനങ്ങളാണ് ഒടുവിൽ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. തിങ്കളാഴ്ച വൈകുന്നേരം ശ്വേതയും കെന്നത്തും അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോൾ അമ്മ മുത്തുലക്ഷ്മി മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. ശ്വേതയുടെ അച്ഛൻ സോമസ് സുന്ദറും സഹോദരി സുപ്രിയയും പുറത്തു പോയിരിക്കുകയായിരുന്നു. ഈ സമയം അമ്മയും മകളും തമ്മിൽ വീണ്ടും കടുത്ത വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് വെട്ടുകത്തി ഉപയോഗിച്ച് ശ്വേതയും കെന്നത്തും ചേർന്ന് മുത്തുലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം സോമസ് സുന്ദറും സുപ്രിയയും തിരിച്ചെത്തുന്നതിന് മുൻപായി പ്രതികൾ ഇരുവരും ബാത്റൂമിൽ കയറി ശരീരത്തിലെ രക്തക്കറ കഴുകിക്കളഞ്ഞ് കാത്തിരുന്നു. പിന്നീട് സഹോദരി സുപ്രിയ വീട്ടിലേക്ക് എത്തിയപ്പോൾ ശ്വേത അവളെ ശക്തമായി പിടിച്ചു വെക്കുകയും കെന്നത്ത് മാരകമായി വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് അച്ഛൻ സോമസ് സുന്ദർ വീട്ടിലെത്തുന്നത്. പ്രതികൾ ഇതേ ആയുധം ഉപയോഗിച്ച് സോമസ് സുന്ദറിനെയും ക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹം എങ്ങനെയോ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. ഈ ബഹളം കേട്ടെത്തിയ അയൽവാസികളാണ് ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിച്ചത്. എന്നാൽ ഇതിനിടെ മൂവരുടെയും മരണം സംഭവിച്ചിരുന്നു. KR പൂരം പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഈസ്റ്റ് പോയിന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകത്തിന് ശേഷം സംഭവ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട പ്രതികളെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ശ്വേതയും കെന്നത്തും ബംഗളൂരു നഗരം വിട്ട് അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലേക്കോ ആന്ധ്രാപ്രദേശിലേക്കോ കടക്കാൻ സാധ്യതയുള്ളതിനാൽ അതിർത്തികളിൽ പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഇതിനകം ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിവരമുണ്ടെങ്കിലും ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.